ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയൊരു സൂര്യോദയം എന്ന കഥയാണ്. അതിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡെയ്സിയും ഗ്രേസിയെയും എറണാകുളത്ത് കോൺവെൻറ്റിൽ ചേർത്തു. നാട്ടിലെ പള്ളിക്കൂടങ്ങളിൽ തങ്ങളുടെ മക്കൾ പഠിക്കുന്നത് ഒരു കുറച്ചിലായിട്ടാണ് അന്നാമ്മയ്ക്ക് തോന്നിയത്. വലിയവരുടെ കുട്ടികളോടൊപ്പമാണ് അവർ പഠിക്കേണ്ടത്. പുതിയ വീട് വെക്കാൻ ഇനി വൈകണ്ടെന്ന് കൽപ്പിച്ചതും അന്നാമ്മയായിരുന്നു. വാടക വീടിന് ദിവസങ്ങൾ കഴിയുന്തോറും പോരായ്മകൾ തോന്നുകയാണ്. ചെറിയാച്ചൻ ആ വാക്കുകളും സ്വീകരിച്ചു. പുതുതായി വാങ്ങിയ പുരയിടത്തിൽ വലിയൊരു വീടിൻ്റെ അടിത്തറ ഉയരാൻ തുടങ്ങി. തൽക്കാലം കൊപ്ര ബിസിനസ് വളർന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ചെറിയാച്ചൻ കരുതി. എന്നിട്ടും അയാളുടെ പ്രതീക്ഷ പോലും തെറ്റിച്ചുകൊണ്ടുള്ള വിജയമാണ് കിട്ടിത്തുടങ്ങിയത്. കാലം കായലോളങ്ങൾ പോലെ കരകളിലേക്ക് വന്നലിഞ്ഞു തീരുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി 1.5 വർഷം കൊണ്ട് ചെറിയാച്ചൻ മുതലാളിയായി, പള്ളിപ്പുറത്തൊരു പ്രമുഖനായി. ചെറിയാച്ചൻ പണിത വീടിന് മേടയിൽ എന്നാണ് പേരിട്ടത്. വർക്കിച്ചൻ ചെറിയാച്ചൻ്റെ വളർച്ചയെക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. താൻ കരുതി വന്ന കാര്യം കഴിഞ്ഞിട്ട് വേണം ചെറിയാച്ചനെ ചെന്ന് കാണാനെന്നാണ് അയാൾ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ആ പാതിരാത്രിക്ക് തന്നെ ആ കുടിലേക്ക് പോകാൻ മനസ്സു വെമ്പിയതാണ്. പിന്നെ ഓർത്ത് വരട്ടെ, രാവിന് ഇനിയും നീളമുണ്ടല്ലോ എന്ന്. ഉമ്മച്ചൻ മുതലാളിയുടെ വീട് സുഖസുഷുപ്തിയിൽ ലയിച്ചു കിടന്നു. നേരിയ മഞ്ഞ് ആ വീടിന് ചുറ്റും ഒരു പ്രഭാവലയം പോലെ നിറഞ്ഞു നിന്നു. ടെറസിൻ്റെ മുകളിൽ ശക്തി കൂടിയ ഒരു ലൈറ്റ് കത്തി നിൽപ്പുണ്ട്. ആ വെളിച്ചം കടവ് വരെ സുവ്യക്തമാണ്. വർക്കിച്ചൻ്റെ നെഞ്ചിടിപ്പിന് വേഗമേറി. ആ മുറ്റത്ത് വെച്ചാണ് തന്നെ മുതലാളി പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്തത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് തന്നെ രക്ഷിക്കാമായിരുന്നു. ചെറിയാച്ചന് മാപ്പ് കൊടുത്തല്ലോ. ആരെങ്കിലും ശിക്ഷിക്കണമെന്നേ മുതലാളിക്കുണ്ടായിരുന്നുള്ളൂ. 100-ലേറെ പണിക്കാരുണ്ടായിട്ടും അവർക്കൊക്കെ വേണ്ടി അകത്തു കിടക്കാൻ തന്നെയാണ് കണ്ടത്. ലോകത്തിനു മുന്നിൽ തന്നെ കള്ളനാക്കി. ശിക്ഷാവധി കേട്ടപ്പോൾ പൊട്ടിക്കരയാൻ തോന്നിയില്ല. നീറിപ്പുകയായിരുന്നു അപ്പം മനസ്സ്. 5 കൊല്ലം കഴിഞ്ഞാൽ താൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമല്ലോ. ഇനിയത്തെ തൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ചതിച്ചവരോടുള്ള പ്രതികാരത്തിന് വേണ്ടിയാണ്. 5 കൊല്ലം കഴിഞ്ഞേ വരാൻ കഴിയുമെന്നാണ് കരുതിയിരുന്നത്. അതിനു മുമ്പേ പക്ഷെ തൻ്റെ ലക്ഷ്യം കുറേയെങ്കിലും സാധിച്ചു മടങ്ങാനിട വന്നിരിക്കുന്നു. ഉമ്മച്ചനോടൊന്ന് ചോദിക്കണം, ആർക്കു വേണ്ടിയാണ് തന്നെ അകത്താക്കിയതെന്ന് പറഞ്ഞില്ലെങ്കിൽ ബാക്കിയെല്ലാം അന്നേരത്തെ തോന്നൽ പോലെ. വർക്കിച്ചൻ്റെ വലതുകൈ അരയിലെ കടാരപ്പിടിയിൽ സ്പർശിച്ചു. വല്ലാത്തൊരു തിടുക്കത്തോടെ വർക്കിച്ചൻ ആ ബംഗ്ലാവിൻ്റെ അടഞ്ഞുകിടന്ന പൂമുഖവാതുക്കൽ മുട്ടി. ഒന്നല്ല, പല പ്രാവശ്യം. അകത്തെവിടെയോ ലൈറ്റ് തെളിഞ്ഞു. ആരോ നടന്നു വരുന്ന ശബ്ദം. മുതലാളിയായിരിക്കുമോ? വർക്കിച്ചൻ്റെ നെഞ്ചിടിപ്പിന് പിന്നെയും വേഗതയേറി. ആ വാതിൽ തുറക്കപ്പെട്ടു. പൗലോസ്, മുതലാളിയുടെ വേലക്കാരൻ. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ നടുങ്ങി. ഉറക്കെ നിലവിളിക്കാൻ വാ തുറന്നെങ്കിലും വർക്കിച്ചൻ്റെ കയ്യിലിരുന്ന് തിളങ്ങുന്ന കഠാരയുടെ സാമീപ്യം തൊണ്ടക്കുഴിക്ക് പുറത്തേക്ക് ശബ്ദമുയരാൻ കൂട്ടാക്കിയില്ല. വാ വർക്കിച്ചൻ. ഒടുവിൽ പൗലോസും എല്ലാം മന്ത്രിച്ചു. അല്ലടാ, കള്ളം വർക്കിച്ചൻ. എന്നെ കള്ളനാക്കിയവനെ എനിക്കൊന്ന് കാണണം. ഞാൻ അതിനാണ് ഇപ്പോൾ വന്നത്. അത് മുതലാളി ഉറക്കാണല്ലോ. ആയിക്കോട്ടെ, സ്ഥിരമായി ഉറങ്ങേണ്ടെങ്കിൽ വേഗം ഉണർന്നോളം പറ. ഒരു കാര്യം, കറക്കാനൊന്നും നിൽക്കണ്ടെന്ന് നിൻ്റെ മുതലാളിയോട് പറഞ്ഞേ. പൗലോസ് വിറയലോടെ പിന്നോക്കം ചലിച്ചു. അവൻ്റെ നെഞ്ചിൽ ഭയത്തിൻ്റെ അഗ്നികുണ്ഡം എരിഞ്ഞു. ഒരിക്കൽ ജയിലിൽ കിടന്നവന് പിന്നീട് അങ്ങോട്ട് പോകാൻ യാതൊരു മടിയും കാണില്ല. ഇപ്പോൾ വർക്കിച്ചൻ ജയിൽ ചാടി വന്നിരിക്കുകയാണെന്ന് തീർച്ചയായി. നിത്യസഹായ മാതാവേ, ഇനി എന്തെല്ലാം സംഭവിക്കുമോ? പൗലോസ് ഉള്ളിൽ മനസ്സുകൊണ്ട് കുരിശു വരച്ചു. അയാൾ അകത്തേക്ക് നടന്നപ്പോൾ വർക്കിച്ചൻ വേഗം ആ മുറിയിലേക്ക് കടന്നു. മുഖവാതിൽ അടച്ച് തഴുതിട്ടു. വല്ലാത്തൊരു വൈരാഗ്യം ഉള്ളിൽ വന്ന് നിറയുകയായിരുന്നു. അപ്പോൾ അകത്തെ മുറിയിലെവിടെയോ പൗലോസ് മുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടു. ആരോടോ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നതും. അധിക സമയം കാത്തു നിൽക്കേണ്ടി വന്നില്ല. മുന്നിൽ ഉമ്മച്ചൻ മുതലാളിയും പിന്നിൽ പൗലോസുമായി വർക്കിച്ചൻ നിന്ന മുറിയിലേക്ക് കടന്നു വന്നു. ഉമ്മച്ചൻ മുതലാളിയുടെ കയ്യിലും ഒരായുധമുണ്ടായിരുന്നു, കൈത്തോക്ക്. വർക്കിച്ചൻ എന്താ ഈ വല്ലാത്ത നേരത്ത്? നീ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങി? മുതലാളി സാധാരണ മട്ടിൽ ലോഹ്യം ചൊരിച്ചു. ഇറങ്ങാറായില്ല. പിന്നെ ഇറങ്ങാതിരിക്കാനൊക്കുമോ മുതലാളി? അതൊക്കെയല്ല. പിന്നെ വർക്കിച്ചൻ ഈ പാതിരാത്രിക്ക് വന്നതെന്തിനാ? ഉമ്മച്ചൻ കൈത്തോക്ക് മേശപ്പുറത്തേക്ക് വെച്ചു. പിന്നെ സെറ്റിയിലിരുന്നു. വർക്കിച്ചൻ ഇരിക്കി. ഇപ്പോൾ നമ്മൾ മുതലാളിയും തൊഴിലാളിയും അല്ലല്ലോ. എൻ്റെ മുന്നിൽ നിൽക്കണ്ട, ഇരിക്കി. വർക്കിച്ചൻ ഇരുന്നു. നീ എന്നാ പൗലോസെ നോക്കി നിൽക്കണേ? വർക്കിച്ചനെ അറിയില്ലടാ.
ആ ഫ്ലാസ്കിൽ നിന്ന് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കൊണ്ടുപോടാ. മുതലാളി ആ നട്ടപ്പാതിരാക്കി ആദിത്യ മര്യാദ കാണിക്കാൻ മറന്നില്ല. പൗലോസ് സംശയിച്ച് പിന്മാറി. തന്നെ ഈ മനുഷ്യൻ കൊച്ചാക്കുകയാണെന്ന് വർക്കിച്ചന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇയാളുടെ കിന്നാരം കേട്ടോണ്ടിരിക്കാനല്ലല്ലോ താനിവിടെ വന്നത്. പെട്ടെന്ന് അയാളുടെ മനസ്സുണർന്നു. മുതലാളി, ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ നിങ്ങൾ കള്ളനാക്കി ജയിലിൽ കയറ്റി. ഞാൻ ജയിൽ ചാടിയത് ഒരു കുറ്റം ചെയ്തിട്ട് പോകാനാ. ഏതായാലും അകത്ത് കിടക്കണം. എന്നാൽ അതിനൊരു കാരണം ഉണ്ടാവണം. വലിയ ആശ്വാസമാകും. ഞാൻ വന്നതതിനാ. വർക്കിച്ചൻ പെട്ടെന്ന് കസേരയിൽ നിന്ന് എണീറ്റു. ഉമ്മച്ചൻ്റെ മുഖം ഒരു ഞെടിയിട വല്ലാതായി. അധ്യായം 10. കായലോരങ്ങളിലുടനീളം കുക്കുട വൃന്ദാനങ്ങളുടെ ഉണർത്തുപാട്ടുകൾ ഉയരാൻ തുടങ്ങി. പുലരിയുടെ ഇളം കുളിരേറ്റ് പുൽക്കൊടികളിൽ പുളകം പൂത്തു. കിഴക്കേ മാനത്തിൻ്റെ ചെരുവിൽ ധ്രുവനക്ഷത്രം ഉദിച്ചു. പൊങ്ങിയിട്ട് ഒരു നാഴികയെങ്കിലും കഴിഞ്ഞു. ഉമ്മച്ചൻ മുതലാളിയുടെ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങുമ്പോൾ വർക്കിച്ചൻ ആകെ പരീക്ഷണനായിരുന്നു. കുളിരുള്ള ആ പുലരാൻ കാലത്തും വർക്കിച്ചൻ്റെ ശരീരം വേർപ്പിൽ കുളിച്ചു. ഇങ്ങോട്ട് വരുമ്പോഴുണ്ടായിരുന്നതിൻ്റെ 100-1 പോലും കെൽപ്പില്ലാത്തതുപോലെയാണ് വർക്കിച്ചന് തോന്നിയത്. ശരീരമാകപ്പാടെ ഭാരമില്ലാത്ത അവസ്ഥയിലായി, വഴുതി പോകുന്നത് പോലെ. കർത്താവേ, ഇതറിയാനാണോ താൻ ഈ സാഹസം ചെയ്തത്? വർക്കിച്ചൻ ചോദിച്ചു നിന്നുപോയി. ഒരു മദ്യപാനെ പോലെ വേച്ച് മുറ്റത്തു കൂടി നടക്കുന്ന വർക്കിച്ചനെ ഉമ്മറവാതിക്കൽ നിന്നും ഉമ്മച്ചൻ സഹതാപത്തോടെ നോക്കി. മുതലാളിയുടെ പിന്നിൽ താടിക്ക് കൈയും കൊടുത്ത് പൗലോസ് നിൽക്കുന്നുണ്ടായിരുന്നു. വർക്കിച്ചിൻ്റെ വള്ളം കടവിൽ നിന്ന് അകലുന്നത് വരെ ഉമ്മച്ചൻ അവിടെ തന്നെ നിന്നു. പാവം മനുഷ്യൻ അല്ല പൗലോസേ? അതെ മുതലാളി, ഇങ്ങോട്ട് വന്നയാളല്ല ആ പോണത്. അയാളുടെ വരവ് കണ്ടപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് പണിയുണ്ടാക്കി തരുമെന്ന്. ഇത്തരൊരു പാവത്തിനെ നമ്മുടെ പണിക്കാരുടെ കൂട്ടത്തിൽ കാണാനൊക്കില്ല. ഉമ്മച്ചൻ്റെയും അഭിപ്രായം അതുതന്നെയായിരുന്നു. ആ വിശ്വാസവഞ്ചനയെക്കുറിച്ച് ഉമ്മച്ചൻ വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പള്ളിപ്പുറത്തെ പ്രമുഖനായ ചെറിയാച്ചൻ മുതലാളിയെക്കുറിച്ച് മറ്റാർക്കും അറിയില്ലെങ്കിലും ഉമ്മച്ചനറിയാം. അദ്ദേഹം എന്നേ അതറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ടത്ത് കൊണ്ട ഒരടി പോലെയായിരുന്നു ഉമ്മച്ചന് അറിവ് പോലും. പുറത്തൊരാളോടും മിണ്ടാനാവില്ല. തന്നെ ചരച്ചവൻ പുറത്ത് പന പോലെ വളരുമ്പോൾ ഒരു പാവം അകത്ത് കിടക്കുന്നു. വർക്കിച്ചനെ ജയിലിൽ നിന്നിറക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തു തന്നെയായിരുന്നു വർക്കിച്ചൻ്റെ ജയിലിയാട്ടം. ആ പുലർച്ചെ ഉമ്മച്ചന് പിന്നെ ഉറക്കം വന്നതേയില്ല. താടിക്ക് കൈയും കൊടുത്ത് എന്തോ ഗാഢമായി ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്നു. വർക്കിച്ചൻ്റെ ആഗമനം ഉമ്മച്ചൻ്റെ മനസ്സിനെ വല്ലാത്തൊരു ലാഘവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു കാര്യത്തിലാണെന്ന് മാത്രം. വർക്കിച്ചനെ ഇനി സഹായിക്കേണ്ടത് തന്നെ കൂടിയാണ്. അവനത് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. വർക്കിച്ചനെ രക്ഷപ്പെടുത്തണം. അവനെ അകത്താക്കാൻ കഴിയുമെങ്കിൽ പുറത്തു കൊണ്ടുവരാനും കഴിയും. അതിന് എത്ര വേഗത്തിൽ ചെയ്യുന്നോ അത്രയും നന്ന്. ചെറിയാച്ചനോട് പ്രതികാരം ചെയ്യണം. തനിക്ക് നേരിട്ടതിന് കഴിയാതെ വന്നിരിക്കുകയാണ്. അപ്പോഴല്ല വർക്കിച്ചൻ്റെ വരവ്. അവനും സംശയം തന്നെയായിരുന്നു. വളരെ നയപരമായി സംസാരിച്ചില്ലായിരുന്നെങ്കിൽ കരുതിക്കൊണ്ടുപോകുന്ന കടാര അവൻ തൻ്റെ നെഞ്ചിലിറക്കിയനെ. അവർ ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ജയിൽ ചാടിയതെന്നവൻ തുറന്നു പറയുകയും ചെയ്തല്ലോ. വർക്കിച്ചനെ തനിക്ക് ആവശ്യമുണ്ട്. ഉമ്മച്ചൻ്റെ ചിന്തകളിൽ ഒരു പുതിയ നിലാവുദിച്ചു. ഇനിയെല്ലാം ഒന്ന് നേരെയാകാൻ പോകുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നി. തന്നെയും വർക്കിച്ചനെയും ഒരുപോലെ ചതിച്ചിരിക്കുന്നു. ചെറിയാച്ചനോട് പകരം വീട്ടാൻ വർക്കിച്ചന് മാത്രം മതി. വർക്കിച്ചനെ കൊണ്ടത് ചെയ്യിക്കണം. അവന് വേണ്ട എല്ലാ ഒത്താശകളും താൻ ചെയ്തു കൊടുക്കും. ഉമ്മച്ചൻ തീരുമാനിച്ചുറച്ചു. തുഴഞ്ഞിട്ടും വഞ്ചി മുന്നോട്ട് പോകുന്നില്ലെന്ന് ഒരു തോന്നൽ. വർക്കിച്ചനാകെ പരവശനായിരിക്കുന്നു. മനസ്സിൽ വീർപ്പ് മുട്ടുന്ന വേദനകൾ. അത് മനസ്സിനെയും ശരീരത്തിനെയും തളർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉമ്മച്ചൻ മുതലാളിയോട് പകരം ചോദിക്കാൻ മാത്രമാണ് താൻ ജയിലിൽ ചാടിയത്. നിശയുടെ ഇരുളിലൂടെ ഇവിടം വരെ എത്തിയത് അതിന് മാത്രമായിരുന്നു. പക്ഷേ താൻ വിശ്വസിച്ചവർ ചതിക്കുക. മനുഷ്യരുടെ മനസ്സ് കാണാൻ കഴിയാതെ പോകുന്നതാണ് തനിക്ക് പറ്റുന്ന പരാജയമെന്ന് അയാൾക്ക് തോന്നി. മുതലാളി സംസാരിച്ച ഓരോ വാക്കും ഉള്ളിൽ തങ്ങി വിങ്ങുന്നു. ക്ഷുഭിതനായി സംസാരിച്ചപ്പോഴും എത്ര ശാന്തനായിട്ടാണ് അദ്ദേഹം മറുപടികൾ നൽകിയത്. താൻ എന്നെ കൊല്ലാൻ വന്നതാണെങ്കിൽ അത് ചെയ്തിട്ട് പോകുന്നതിൽ വിരോധമില്ല. അത് ഭയന്നിട്ട് തന്നെയാണ് ഞാൻ ഈ തോക്കും കയ്യിലെടുത്തത്. കടാരിയേക്കാൾ വേഗമേറിയ ആയുധം ഇതാണെന്ന് സംശയമുണ്ടോ? ഒരു സംശയമില്ല. പക്ഷെ ഞാനിതിറക്കിക്കഴിഞ്ഞ് അതെടുത്തു തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഉവ്വോ, അതില്ല. പക്ഷെ നിനക്കത് ഉപയോഗിക്കാൻ കഴിയുന്നതിലും എളുപ്പം എനിക്കിത് ഉപയോഗിക്കാം. മുതലാളി,
നിങ്ങൾ എന്നെ മനഃപൂർവ്വം കള്ളനാക്കിയതല്ലേ? ഞാൻ നിങ്ങളുടെ ഒരു പൈസ പോലും മോഷ്ടിച്ചില്ല. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ചോദിച്ചു വാങ്ങാറില്ലേ പതിവ്? അതേ വർക്കിച്ച, ഞാനത് നിഷേധിച്ചില്ലല്ലോ. എന്നിട്ടും മുതലാളിയുടെ എന്തോ നഷ്ടപ്പെട്ടതിന് ശിക്ഷിക്കാൻ എന്നെ കണ്ടുള്ളൂ. ശിക്ഷ കഴിഞ്ഞു വന്നാലും എനിക്ക് നാട്ടിൽ കഴിയാനൊക്കുമോ? പുറം ലോകത്തിന് മുന്നിൽ ഞാനൊരു പെരുങ്കള്ളനായല്ലേ. അതുകൊണ്ടാണ് ഞാൻ ജയിലിൽ ചാടി വന്നത്. ഞാനൊരു കുറ്റം ചെയ്യും, എന്നിട്ട് ശിക്ഷ വാങ്ങിക്കും. ഒന്നുമില്ലേലും ഞാൻ ചെയ്തിട്ടാണ് അനുഭവിക്കുന്നതെന്നൊരു സമാധാനം കിട്ടുമല്ലോ. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നീ കൊണ്ടുവന്ന കടാരി ചോര കാണാതെ കൊണ്ടുപോകേണ്ടി വരും. ചെയ്യാത്ത കുറ്റത്തിനുള്ള ശിക്ഷയാണ് നീ അനുഭവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് അടുത്ത കാലത്താണ്. ഞാനതിന് ക്ഷമ ചോദിക്കുന്നു വർക്കിച്ച. ഉമ്മച്ചൻ ആത്മാർത്ഥമായി പറഞ്ഞതായിരുന്നു അത്. വർക്കിച്ചൻ ഒരു നിമിഷം അയാളെ ശ്രദ്ധിച്ചു. നിനക്ക് പറ്റിയതിലും ഏറെ ചതിപ്പ് പറ്റിയവൻ ഞാനാ വർക്കിച്ച. എനിക്ക് വില പിടിച്ചൊരു സാധനം നഷ്ടമായത് നീയും ചെറിയാച്ചനും കൊണ്ടുപോയ വള്ളത്തിൽ വെച്ചായിരുന്നു. നിങ്ങളെ അല്ലാതെ ഞാൻ ആരെ സംശയിക്കാനാ? പോലീസ് ചോദിച്ചപ്പോൾ നീ എന്തിനാ കുറ്റം സമ്മതിച്ചത്? സമ്മതിച്ചില്ലെങ്കിൽ അവർ സമ്മതിപ്പിക്കുമായിരുന്നു. മുതലാളി കൊടുത്ത കേസിലെ പ്രതിയല്ലേ. അടികൊണ്ട് തളർന്നപ്പോൾ ഞാൻ ഏറ്റതാണ്. ചെറിയാച്ചനോ? അവൻ തല്ലുകൊണ്ടിട്ടും സമ്മതിച്ചില്ല. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അവർക്കൊരാളെ മതിയായിരുന്നല്ലോ. അതെ, കക്കാൻ അറിയുന്നവന് നിൽക്കാനും അറിയാമല്ലോ. നിനക്കതറിയാൻ മേലായിരുന്നു. അതുകൊണ്ട് കള്ളം പുറത്തും നിരപരാധി അത്തുവായി. വർക്കിച്ചൻ അപ്പോഴും സംശയത്തോടെ ഉമ്മച്ചൻ്റെ നേരെ നോക്കി. പൗലോസേ, നീ ഇച്ചിരി കാപ്പിട്. എനിക്ക് വർക്കിച്ചനോട് ചിലത് പറയാനുണ്ട്. ഫ്ലാസ്കിൽ നിന്നും വേണ്ട, കുറച്ച് കാപ്പി ഉണ്ടാക്ക്. സംശയത്തോടെ ഉമ്മച്ചനെ നോക്കി പൗലോസ് മടിച്ചു നിന്നു. നീ പേടിക്കണ്ട, വർക്കിച്ചൻ എന്നെ കൊല്ലത്തും മറ്റുമില്ല. ഉമ്മച്ചൻ ചിരിച്ചു. പൗലോസ് പോയി കഴിഞ്ഞപ്പോഴാണ് ഉമ്മച്ചൻ ആ വലിയ രഹസ്യം വർക്കിച്ചനോട് പറഞ്ഞത്. ചെറിയാച്ചനെക്കുറിച്ചുള്ള വിവരങ്ങൾ വർക്കിച്ചനോട് തുറന്നു പറയാലോ. അവൻ എന്നെയും നിന്നെയും ചതിക്കുകയായിരുന്നു. ഉമ്മച്ചൻ ആ കഥ വർക്കിച്ചനോട് പറഞ്ഞു. ഒന്നും ഒളിച്ചു വച്ചില്ല. നീ എനിക്ക് വേണ്ടി ശിക്ഷ വാങ്ങിയതുകൊണ്ട് ഇക്കാര്യം ഞാൻ പറഞ്ഞു. എന്നെ വേണമെങ്കിൽ വർക്കിച്ചൻ കൊന്നു. എന്നാലും ഇക്കാര്യം നീ ആരോടും പറയരുത്. നിന്നെ ഞാൻ രക്ഷിക്കാം. നിന്നെ ചതിച്ച് ഞാനല്ലെന്ന് മാത്രം കരുത്. എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിലും ഇങ്ങനെ ചെയ്യില്ലേ? വർക്കിച്ചൻ്റെ ശ്വാസഗതി നിലച്ചു പോകുന്നത് പോലെ തോന്നി. താനീ കേട്ടതെല്ലാം ചെറിയാച്ചനെക്കുറിച്ചാണോ? ചെറിയാച്ചൻ ഇത്രമാത്രം ക്രൂരനായിരുന്നോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ സംഭവം ഉണ്ടായിരുന്ന ദിവസത്തെക്കുറിച്ച് വെറുതെ വർക്കിച്ചനൊന്ന് ഓർത്തു നോക്കി. ഒഴിയുന്നതിനനുസരിച്ച് ഗ്ലാസ് നിറയെ കള്ളു പകരാൻ വ്യഗ്രത കാണിച്ച ചെറിയാച്ചൻ്റെ മനസ്സിലപ്പോൾ എന്തായിരുന്നു? അന്ന് പകല് മുഴുവൻ സദാ ആലോചനയുമായി ചെറിയാച്ചൻ കഴിഞ്ഞതും ഇത്തരം ഒരു കള്ളത്തരം ചെയ്യാൻ ഉറച്ചു കഴിഞ്ഞില്ലേ? തന്നെ ബോധം കെടുവോളം കുടിപ്പിക്കേണ്ടത് അതിൻ്റെ ആവശ്യമായിരുന്നില്ലേ? വർക്കിച്ചൻ്റെ ഓർമ്മകളിലേക്കെല്ലാം വ്യക്തമായി കടന്നു വന്നു. എൻ്റെ ചെറിയാച്ച, നിന്നെ ഞാനൊരു കൂടപ്പിറപ്പിനേക്കാളേറെ സ്നേഹിച്ചവനല്ലടാ. വർക്കിച്ചൻ തുഴ ആഞ്ഞു വലിച്ചു. മറിയാമ്മ കട്ടൻ കാപ്പി തയ്യാറാക്കി കാത്തു നിൽക്കുകയായിരുന്നു. അവരുടെ നെഞ്ചിലെ പടവടപ്പ് അവസാനിപ്പിച്ചിട്ടില്ല. കാലാവധി തീരും മുൻപേ വർക്കിച്ചൻ എങ്ങനെ പുറത്തിറങ്ങി? കടാരയുമായി പാതിരാത്രിയിൽ തന്നെ തിരക്കിട്ട് പോയതെങ്ങോട്ടാ? മിഷിഹ തമ്പുരാനെ, കുഴപ്പമൊന്നും ഉണ്ടാകരുതേ. മറിയാമ്മ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. പുലരിയുടെ ആദ്യ കിരണങ്ങൾ കിഴക്കിൻ്റെ കവിളിണയിൽ സിന്ദൂരം വിതറിയെത്തി. വർക്കിച്ചൻ വീട്ടുമുറ്റത്ത് കടവിലെടുത്തു. ജോണിക്കുട്ടിയും ജോസുകുട്ടിയും ഉണർന്നു കഴിഞ്ഞിരുന്നു. അപ്പനെ പെട്ടെന്ന് കണ്ടപ്പോൾ അവർ പെട്ടെന്ന് അമ്പരന്ന് നിൽക്കുകയും ചെയ്തു. അപ്പച്ച, ഒന്നിച്ചാണ് അവർ വിളിച്ചത്. അവർ വർക്കിച്ചനെ കെട്ടിപ്പുണർന്നു. തീരെ കൊച്ചുകുട്ടികളായിരുന്നു അവരപ്പോൾ. ശബ്ദം കേട്ട് ജെയിംസ് കുട്ടിയും ഇറങ്ങി വന്നു. നിങ്ങളിവിടെ നിൽക്കാതെ ഇങ്ങോട്ട് കയറിപ്പോര്. മറിയാമ്മയുടെ ബുദ്ധി പ്രവർത്തിച്ചു. ഈ അവസരത്തിൽ ഭർത്താവിനെ വല്ലവരും കണ്ടാലുണ്ടാവുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് അവർ ബോധവതിയായി. വർക്കിച്ചൻ്റെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു. പിന്നെ അകത്തേക്ക് കയറി. അപ്പച്ചന് അധിക നേരം നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല മക്കളെ. അപ്പച്ചൻ ജയിലിയാടി വന്നതാ. പോലീസുകാർ പുറകെ എത്താതിരിക്കില്ല. ഒരു കാര്യം നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോകാനാ നേരം വെളുത്തിട്ടും ഞാനിങ്ങോട്ട് വന്നത്. ഇനി എന്നെ പിടിച്ചാൽ പുറത്തിറങ്ങാൻ വീണ്ടും താമസിക്കും. മക്കളുടെ മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് വർക്കിച്ചൻ പറഞ്ഞു. 1-2 വർഷങ്ങൾ അവർക്ക് സമ്മാനിച്ച വളർച്ച വർക്കിച്ചൻ കൗതുകത്തോടെയും അഭിമാനത്തോടെയും കണ്ണു നിറയെ കണ്ടു. ചെറിയാച്ചൻ ചേട്ടൻ ഇവിടം വിട്ടുപോയി. നിങ്ങളറിഞ്ഞോ? പള്ളിപ്പുറത്തെങ്ങാണ്ടും വലിയ നിലയിൽ കഴിയുകയാണെന്നാണ് കേട്ടത്. മറിയാമ്മ കാപ്പി ആറ്റിക്കൊണ്ടുവന്നു. വർക്കിച്ചൻ പല്ലു കടിച്ചു. അറിഞ്ഞു മറിയാമ്മേ, ഞാനല്ല അറിഞ്ഞു. ഞാനേതാടും അവനെ കൂടി കണ്ടിട്ടേ പോകൂ. മോനെ, അപ്പച്ചനെ ജയിലിലാക്കിയത് ചെറിയാച്ചനാ. ജോണിക്കുട്ടിയോടായി വർക്കിച്ചൻ പറഞ്ഞു. മറിയാമ്മ നടുങ്ങിപ്പോയി. ഒപ്പം 3 മക്കളും.
അവർ വർക്കിച്ചൻ്റെ മുഖത്തേക്ക് അമ്പരപ്പോടെ നോക്കി. വർക്കിച്ചൻ ഉമ്മച്ചൻ മുതലാളിയിൽ നിന്നറിഞ്ഞ കഥകളെല്ലാം അവരെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നാലും ചെറിയാച്ചൻ ചേട്ടൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. മറിയാമ്മ മൂക്കത്ത് വിരൽ വെച്ചു. അപ്പച്ചൻ്റെ മേൽ കുറ്റം ചുമത്തി അവൻ രക്ഷപ്പെട്ടത് അവന് സുഖമായി ജീവിക്കാനാ. ജീവിച്ചോട്ടെ. പക്ഷെ മക്കളെ, കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിച്ച് അവൻ എന്നെ ചതിച്ചു. ചതിക്ക് പകരം ചതി തന്നെ വേണം. അവൻ ജയിലിൽ കിടക്കണമെന്നോ മരിക്കണമെന്നോ ആഗ്രഹമില്ല. എന്നാലും ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കാനൊരവസരം ഉണ്ടാക്കണം. അപ്പച്ചനകത്തു നിന്ന് ഇറങ്ങിയില്ലെങ്കിലും എൻ്റെ മക്കളതവനെ മനസ്സിലാക്കണം. നിങ്ങൾക്കതിന് കഴിയുമോ? വന്യമായൊരു തിളക്കം വർക്കിച്ചൻ്റെ മിഴികളിലുണ്ടായിരുന്നു. അപ്പോഴും അയാൾ മൂവരുടെയും മുഖങ്ങളിൽ മാറി മാറി നോക്കി. ജോണിക്കുട്ടിയുടെയും ജോസുകുട്ടിയുടെയും മനസ്സുകളിൽ അതൊരു ഇടിമുഴക്കായിരുന്നു. നേരാന്നോ എൻ്റെ കർത്താവ് ഇതൊക്കെ? മറിയാമ്മ സ്തംഭിച്ചു നിന്നുപോയി. ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമാകുന്നില്ലേ? ചെന്ന് നീ കർത്താവിനോട് ചോദിക്ക്. നിനക്ക് കർത്താവ് പറഞ്ഞാലേ വിശ്വാസമാകത്തുള്ളൂ. ആ വീർപ്പുമുട്ടലിൻ്റെ നിമിഷങ്ങളിലും വർക്കിച്ചൻ തമാശ പറഞ്ഞു. മറിയാമ്മ കൊടുത്ത കട്ടൻ കാപ്പി തിടുക്കത്തിൽ അയാൾ അകത്താക്കി. മറിയാമ്മ, ഞാൻ പള്ളിപ്പുറം വരെ പോവുക. എനിക്ക് അവനെ ഒന്ന് കാണാൻ മാത്രം. എന്നിട്ട് പോലീസ് എന്നെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ ചെല്ലാൻ തീരുമാനിച്ചു. ഞങ്ങളും വരട്ടെ അപ്പച്ച? ജോണിക്കുട്ടി ചോദിച്ചു. ഇപ്പം വേണ്ട, പക്ഷെ നിങ്ങൾ ചെറിയാച്ചനെ കാണണം. സമയമാവുമ്പോൾ നിങ്ങൾക്കത് അറിയാറാകും. ഇളം വെയിൽ കായലിന് മേൽ വീണ് കിടന്ന് തിളങ്ങി. വീണ്ടും ഓളം വെട്ടി. വർക്കിച്ചൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് വള്ളത്തിലേക്ക് കയറി. അപ്പച്ചനെ കള്ളനാക്കിയ ചെറിയാച്ചനെ നമുക്ക് പെരും കള്ളനാക്കണം. വർക്കിച്ചൻ്റെ വള്ളം അകന്നു കഴിഞ്ഞപ്പോൾ ജോസുകുട്ടി ജോണിയോട് പറഞ്ഞു. അവൻ തലകുലുക്കി. അതൊരു കനത്ത പോരാട്ടത്തിനുള്ള തുടക്കം മാത്രമായിരുന്നു. അധ്യായം 11. വർക്കിച്ചൻ്റെ വഞ്ചി പള്ളിപ്പുറം കടവിലെത്തി. കടവിലടുപ്പിച്ച വഞ്ചി ഒരു മരക്കുറ്റിയിൽ ബന്ധിപ്പിച്ചതിന് ശേഷമേ വർക്കിച്ചൻ ശ്വാസം വിട്ടു എന്ന് പറയുന്നത് അവൻ ശരി. ഒരൊറ്റ തുഴച്ചിലായിരുന്നു. ഭ്രാന്തമായ ആവേശമായിരുന്നു. പള്ളിപ്പുറം എത്തിയത് അയാൾ അറിഞ്ഞതേയില്ല. പ്രശുദ്ധമായ കടൽ പോലെ ഹൃദയം കോളിളക്കം കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ചതിയാണ് ചെറിയാച്ചൻ തന്നോട് ചെയ്തത്. ആര് തന്നോടത് ചെയ്യില്ലെന്ന് കരുതിയോ അതേ ആളുകൾ മാത്രമാണ് അങ്ങനെ ചെയ്തത്. എന്നാലും ചെറിയാച്ചന് തന്നോടെങ്ങനെ ചെയ്യാൻ തോന്നി? കുറേ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടെന്നവൻ തന്നോട് പറഞ്ഞാലും താൻ ആരോടും പറയില്ലായിരുന്നു. തനിക്ക് പങ്കു തന്നില്ലെങ്കിൽ ചോദിക്കുകയില്ലായിരുന്നു. കൂടുതൽ ആലോചിച്ചപ്പോൾ ജയിലിൽ ചാടിയത് നന്നായെന്ന് തോന്നി. അല്ലെങ്കിൽ താനിതെല്ലാം മറയാൻ വൈകുമായിരുന്നു. കടവിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നിരവധി ചരക്ക് വള്ളങ്ങളിൽ കൊപ്രകൾ കയറ്റുകയും നാളികേരങ്ങൾ ഇറക്കുകയും ചെയ്യുന്നു. മുൻപ് പള്ളിപ്പുറത്ത് ഇത്തരം ഒരു ബിസിനസ് കാണാനേ ഉള്ളായിരുന്നു. ധാരാളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. വർക്കിച്ചൻ ആ ജോലി നോക്കി ഒട്ടുനേരം നിന്നു. അയാളുടെ മനസ്സിൽ മൃദുലതയിൽ ഒരു പോറൽ വീണു. ഉമ്മച്ചൻ മുതലാളിയുടെ കൊപ്രാക്കളത്തിൽ താനും ചെറിയാച്ചനും പണി ചെയ്യുന്ന രംഗം ഒരു നിമിഷം മനസ്സിലേക്ക് തിക്കിത്തിരക്കി വന്നു. അതൊരു കാലം. ഇന്ന് താനാര്, ചെറിയാച്ചനാര്? വർക്കിച്ചൻ കടവിലുള്ള ചായക്കടയിലേക്ക് കയറി ഒരു കട്ടൻ കാപ്പി വാങ്ങിക്കുടിച്ചു. ഇവിടെ എന്നു മുതലാണ് കൊപ്ര ബിസിനസ് തുടങ്ങിയത്? അടുത്തിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരു മധ്യവയസ്കനോട് വർക്കിച്ചൻ ചോദിച്ചു. കുറച്ചു കാലമായി. ചെറിയാച്ചൻ മുതലാളി വന്നത് ഈ നാടിൻ്റെ നല്ല കാലത്തിലാണ്. അങ്ങേരുടെയായി ഈ കൊപ്ര മുഴുവൻ. വലിയ ബിസിനസ്സല്ലേ? പള്ളിപ്പുറത്ത് തന്നെ 4 കളങ്ങളുണ്ട്. കൊച്ചിയിലും കൊടുങ്ങല്ലൂരും വൈക്കത്തും ഓരോന്നും തുടങ്ങിക്കഴിഞ്ഞെന്ന് കേട്ടു. അയാൾ കുറച്ചൊരു അഭിമാനത്തോടെയാണ് പറഞ്ഞത്. മുതലാളിയുടെ വീട് ഏത് ഭാഗത്താ? ചെന്നാൽ കാണാൻ പറ്റുമോ? വർക്കിച്ചൻ വീണ്ടും ചോദിച്ചു. കുറച്ച് പടിഞ്ഞാറോട്ട് പോകണം. വലിയ ബംഗ്ലാവാ. ഇന്നവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ചരക്കൊന്ന ദിവസമല്ലേ? വല്ല പണി അന്വേഷിച്ച് വന്നതായിരിക്കുമല്ലേ? ആ. വർക്കിച്ചൻ തലകുലുക്കി. കാപ്പിയുടെ പൈസയും കൊടുത്ത് അയാൾ കാണിച്ചു കൊടുത്ത വഴിയെ വർക്കിച്ചൻ തിരക്കിട്ട് നടന്നു. പാതയുടെ ഇരുവശങ്ങളിലും പഞ്ചാര മണൽപ്പരപ്പുകൾ, പാതയിൽ നിഴലു വീഴ്ത്തുന്ന തെങ്ങോല പീരികൾ. പായയുടെ കാവൽക്കാരനെ പോലെ നിന്നു. വർക്കിച്ചൻ്റെ ഹൃദയം അതിദ്രുതം ഇടിച്ചു. ഒരിക്കൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന സുഹൃത്തിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് കൂടിയേ തീരൂ. ചെറിയാച്ചൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് വർക്കിച്ചൻ വെറുതെ ആലോചിച്ച് നോക്കി. ചെറിയാച്ചൻ്റെ ബംഗ്ലാവ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. കടവിൽ നിന്നും കഷ്ടിച്ചൊരു ഫർലോങ് നടന്നു കാണും. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയൊരു കെട്ടിടത്തിന് മുന്നിലെത്തിയപ്പോൾ സംശയത്തോടെ നിന്നു. പുതിയ ബംഗ്ലാവാണ്. ഇതായിരിക്കുമോ ചെറിയാച്ചൻ്റെ വീട്? വഴിയെ വന്ന ഒരാളോട് ചോദിച്ച്
സംശയം സ്ഥിരീകരിച്ചു. ഉദ്ദേശം തെറ്റിയില്ല. വീടത് തന്നെ. അല്ല, ബംഗ്ലാവ്. വർക്കിച്ചൻ സിംഹങ്ങൾ കാവൽ നിൽക്കുന്ന ആ ബംഗ്ലാവിൻ്റെ വാതിക്കലേക്ക് നടന്നു. അടഞ്ഞുകിടന്ന ഗേറ്റ് തുറന്നു. ഗേറ്റിനപ്പുറം സിമൻ്റിട്ട 3 അടിപ്പാത. പാതയ്ക്കിരുവശവും ഉദ്യാനം. ഉദ്യാനത്തിൻ്റെ അതിരുകളിൽ ചൂളമരങ്ങൾ വാശിവെച്ച് വളരാൻ തുടങ്ങിയിരിക്കുന്നു. നിറഞ്ഞ പ്രൗഢിയുടെ തികഞ്ഞ ലക്ഷണങ്ങൾ. വർക്കിച്ചൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അയാൾ മുറ്റത്തെത്തി. ഉമ്മറവാതിൽ അടഞ്ഞു കിടക്കുന്നു. ചിത്രപ്പണികളുള്ള വലിയ വാതിൽ. കുറച്ചു നേരം വർക്കിച്ചൻ കാത്തുനിന്നു. ആരെയും മുറ്റത്തെങ്ങും കണ്ടില്ല. വർക്കിച്ചൻ ഉമ്മറത്തേക്ക് കയറി. വാതിലിൽ മൃദുവായി മുട്ടി. അകത്തു നിന്നാരോ നടന്നെടുക്കുന്ന ശബ്ദം കേട്ടു. വർക്കിച്ചൻ വാതിൽ തുറക്കുന്ന ഉത്കണ്ഠയോടെ കാത്തുനിന്നു. ആ വാതിൽ മലർക്കെ തുറന്നു. വാതിലിന് പിന്നിൽ സ്വർണ്ണ നിറമുള്ള ജുബ്ബ വെട്ടിത്തിളങ്ങി. ചെറിയാച്ചൻ മുതലാളി വാതിലിൽ നിറഞ്ഞു നിന്നു. ഉമ്മറത്ത് നിൽക്കുന്ന വർക്കിച്ചനെ ചെറിയാച്ചൻ കണ്ടു. അയാളുടെ മുഖത്ത് പ്രസാദം ഒരു ഞൊടിയുടെ മങ്ങിയോ. അല്ല, ഇതാര് വർക്കിച്ചനോ? താനെപ്പോ വന്നു? ചെറിയാച്ചൻ ലോഹ്യം ചോദിച്ചു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വീണ്ടും നാളെ കണ്ടുമുട്ടും. എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ ശുഭദിനാശംസകൾ.